ടോംസ് എഫ്എസ്ഒന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഫുഡ് ടെക്നോളജി തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചെറിയ ഭാഗത്തു നിന്നാണ്. ഞാനപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് മിനിമലി പ്രോസസ്സിംഗ്. എന്താണ് മിനിമലി പ്രോസസ്സിംഗ്? മിനിമലി പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ സച്ചസ് പീലിംഗ്, സ്ലൈസിംഗ്, ഗ്രേറ്റിംഗ് ഓർ ഷ്രെഡിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ മിനിമലി പ്രോസസ്സിംഗ്. മിനിമലി പ്രോസസ്സിംഗ് ആയിരിക്കണമെങ്കിൽ ഈ പറയുന്ന എല്ലാ ഓപ്പറേഷൻസും നടന്നിരിക്കണം. ഒന്ന്, പീലിംഗ്, നിങ്ങൾ ആദ്യം ചെത്തണം. പിന്നെ സ്ലൈസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കുക. ഗ്രേറ്റിംഗ്, ചുരണ്ടത്തില്ലേ, അതുപോലെ ഷ്രെഡിംഗ്. ഇത്രയും സാധനങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് മിനിമലി പ്രോസസ്സിംഗ് എന്ന് പറയാൻ പറ്റൂ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് as പാർഷ്യൽ, ഫ്രഷ്, ലൈറ്റ് പ്രോസസ്സിംഗ് ഓർ പ്രീ പ്രിപ്പയർഡ് പ്രൊഡക്ട്സ്. ഈ ഈ ഒരു ലൈൻ സിമ്പിൾ ആയിട്ട് കിട്ടും. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും FSOയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരല്ലേ? അപ്പൊ നമ്മളെല്ലാം പ്രീ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പ്രീ പ്രിപ്പയർഡ് പ്രൊഡക്ട്സ് എന്ന് പറയുന്ന വാക്ക് കിട്ടും. പിന്നെ നിങ്ങൾ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെയാ? നമ്മൾ സാധാരണ എങ്ങനെയാ പഠിക്കുക? നമ്മൾ മൊത്തം പഠിച്ചിരുന്നെങ്കിൽ നമ്മൾ FSOയൊക്കെ കിട്ടിപ്പോയനെ. നമ്മൾ പാർഷ്യൽ ആയിട്ടേ പഠിക്കും. ഇത്തിരി ഇത്തിരി വിട്ടേ പഠിക്കൂ. അപ്പൊ പാർഷ്യൽ കിട്ടിയല്ലോ. അപ്പം മിനിമലി പ്രോസസ്സിംഗിൽ മിനിമം എന്ന് വെച്ചാൽ കുറച്ചെന്നുള്ള ചിന്ത എടുത്താൽ പാർഷ്യൽ എന്ന് കിട്ടും. അതിന്റെ വേറൊരു പേരാണ് പാർഷ്യൽ. പിന്നെ പറയുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ ആദ്യം എന്ത് ചെയ്യും? കുളിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഫ്രഷ് ആവും. അതാണ് ഫ്രഷ്. പിന്നെ വെട്ടത്തിന്റെ കീഴിലല്ലേ ഇരുന്ന് പഠിക്കുന്നത്? ലൈറ്റ് വന്നോ? അപ്പോ ലൈറ്റ് പ്രോസസ്സിംഗ്. അപ്പൊ മിനിമലി പ്രോസസ്സിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന്റെ വേറെ പേരുകളാണ് പാർഷ്യൽ, ഫ്രഷ്, ലൈറ്റ് പ്രോസസ്സിംഗ് ഓർ പ്രീ പ്രിപ്പയർഡ് പ്രൊഡക്റ്റ്. ഇത്രയും ക്ലിയർ ആണേ. ഇനി കൺസ്യൂമേഴ്സ് ആർ ഡിമാൻഡിങ്. നമ്മൾ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ഡിമാൻഡ് ചെയ്യും കൺവീനിയന്റ് ആയിട്ടുള്ള എന്തൊക്കെ? റെഡി ടു സർവ്. നമ്മൾ ഒരു ഹോട്ടലിൽ പോവാന്ന് കരുതുക. ആദ്യം നമുക്ക് എന്ത് വേണം? സർവ് ചെയ്യാൻ ഒരാൾ വരും. പിന്നെന്ത് ചെയ്യും? നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഓക്കെ. എന്നിട്ട് ആ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനും നല്ലൊരു ക്വാളിറ്റിയും അപ്പിയറൻസും ഉണ്ടെങ്കിലല്ലേ നമ്മൾ കഴിക്കൂ. അതാണ് അടുത്ത ലൈൻ. ഹവർ ലിവിങ്, ഈ പറയുന്ന ലിവിങ് പ്രൊഡക്ട്സിനെല്ലാം നമ്മൾ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം. എപ്പോ തൊട്ട്? ഹോൾ ഹാൻഡ്ലിംഗ് പ്രോസസ്സ് നടത്തണം. അത് ഹാർവസ്റ്റ് തൊട്ട് കൺസംഷൻ വരെ. എന്തിനു വേണ്ടിയാ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്? അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ അത്രയാണ് മിനിമലി പ്രോസസ്സിംഗ്. അപ്പൊ മിനിമലി പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓപ്പറേഷൻ സച്ചസ് പീലിംഗ്, സ്ലൈസിംഗ്, ഗ്രേറ്റിംഗ്, അതുപോലെ ഷ്രെഡിംഗ്. ഇത്രയും ഓപ്പറേഷൻസ് നടന്നാലേ മിനിമലി പ്രോസസ്സിംഗ് എന്ന് പറയൂ. അതുപോലെ റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്താണ് റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ഒരു റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഏകദേശം 70 തൊട്ട് 100% ഡ്രൈഡ് ബൾക്ക് പ്രോസസ്ഡ് ഫ്രൂട്ട് ആയിരിക്കും. നമ്മൾ ഒരു ഫ്രൂട്ടിനെ വെജിറ്റബിളിനെ റീസ്ട്രക്ചർ ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എപ്പോഴും നമ്മൾ ഒരു മാറ്റം വരുത്തുക ചെയ്യുന്നത്. അപ്പൊ അതൊരു 70 തൊട്ട് 100% വരുന്നത്. ഇനി ഇതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നമ്മളെ ഗ്രൂപ്പിന്റെ അകത്ത് ഡം ഡ്രൈഡ്, പ്യൂരി, സ്പ്രേ ഡ്രൈഡ് പ്യൂരി എന്നീ ഇങ്ങനെ ടെക്നിക്സ് വഴി നമ്മൾ അതിന്റെ വാട്ടർ ആക്ടിവിറ്റി 0.58 to 0.78 ആക്കും. അവിടെ മെയിൻ ആയിട്ട് റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട്സിന്റെ വാല്യൂ 0.58 to 0.78 കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി. അതെങ്ങനെ ഈ 5878 ഒരു 8 ഉണ്ട്. ആ 8 എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഈ വാട്ടർ ആക്ടിവിറ്റി അവിടെ ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളെ മൈക്രോ ഓർഗാനിസത്തിന് വർക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ കഴിച്ചാൽ എന്ത് പറ്റും? നമുക്ക് 8ന്റെ പണി കിട്ടും. ആണേ. അപ്പൊ 8ന്റെ പണി കിട്ടുന്നത് 0.58 to 0.78. അപ്പൊ 8 കിട്ടി അവസാനത്തെ. പക്ഷെ 5 ഉം 7 എങ്ങനെ കിട്ടും? നിങ്ങൾ സാധാരണ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് വൈകുന്നേരം 5 മണി തൊട്ട് 7 മണി വരെ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ 0.58 to 0.78 കിട്ടിയോ? ഇത്രയുമാണ് റീസ്ട്രക്ചേർഡ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഇനി പറയുന്നത് ഇൻഡിവിജ്വലി ക്വിക്ക് ഫ്രീസ് പ്രൊഡക്ട്സ്. എന്താണ് ഇൻഡിവിജ്വലി ക്വിക്ക് ഫ്രീസ് പ്രൊഡക്ട്സ്? IQF എന്ന് പറയുന്ന പേരിൽ. അപ്പൊ IQF എന്ന് പറയുന്നത് എന്താന്ന് ചോദിക്കാം. IQS റെഫേഴ്സ് ടു, വേണമെങ്കിൽ ആ ഒരു എന്താ പറയുക,
IQFന്റെ നമുക്ക് ഫുൾ ഫോം തന്നിട്ട് അതിനെ തെറ്റിച്ച് തരും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം IQFന്റെ സ്ഥാനത്ത് നിന്ന്. ആ IQFന്റെ അകത്ത് ഫ്രീസിങ് ഓഫ് എവരി പാർട്ടിക്കിൾ യൂസിങ് ഫ്ലൂയിഡൈസേഷൻ, എല്ലാ പാർട്ടിക്കിളിനെയും ഫ്ലൂയിഡൈസേഷൻ വഴി ഒരു വളരെ സ്ട്രീം ആയിട്ടുള്ള അവിടെ വെരി കോൾഡ് എയർ ആണ് യൂസ് ചെയ്യുന്നത്. അതിലൂടെ പാസ് ചെയ്യുമ്പോഴാണ് ഇതിനെ ഇൻഡിവിജ്വലി ക്വിക്ക് ഫ്രീസ് പ്രൊഡക്ട്സ് എന്ന് കിട്ടുന്നത്. അതുപോലെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെ ഫ്ലൂയിഡൈസേഷൻ എന്നൊരു ടേം പറയുന്നുണ്ട്. ആ ഫ്ലൂയിഡൈസേഷൻ എങ്ങനെ കിട്ടും? സിമ്പിൾ, IQF, എഫ് റെഫേഴ്സ് ടു ഫ്ലൂയിഡൈസേഷൻ അല്ലേ? അപ്പൊ ഫ്ലൂയിഡൈസേഷൻ എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇനി പറയുന്നത് എക്സാമ്പിൾ ആണ്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഗ്രീൻ പീസ്. നമ്മൾ എപ്പോൾ എടുത്താലും എന്തെങ്കിലും രാവിലത്തെ ഫുഡ് എടുത്താൽ അപ്പ വരെ ഈ ഗ്രീൻ പീസ് നമ്മുടെ മുമ്പിൽ. ഗ്രീൻ പീസ് കറി എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഗ്രീൻ പീസ് ആണ്, അതിന്റെ ഫ്രീസിങ് പറയുന്നുണ്ട്. ഗ്രീൻ പീസിന്റെ സാധാരണ എയർ ബ്ലാസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരു ഗ്രീൻ പീസ് എടുത്തു, നേരെ ഒരു എണ്ണയിലോട്ട് ഇട്ട് നോക്ക്, ടക്ക് ടക്ക് പൊട്ടി തെറിക്കും. അതാണ് എയർ ബ്ലാസ്റ്റ്. എയർ ബ്ലാസ്റ്റ് ആണെങ്കിൽ ഗ്രീൻ പീസിന് 3 തൊട്ട് 4 മണിക്കൂറാണ് വേണ്ടത്. 3 തൊട്ട് 4 മണിക്കൂർ. എങ്ങനെ കിട്ടും ഈ 4 മണിക്കൂർ? നിങ്ങൾ ഗ്രീൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രീൻ പീസിൽ ഗ്രീൻ ഒന്ന് വായിച്ചു നോക്കിയേ. GREEN ആണോ? എത്ര ടേംസ് വന്ന്? 4 വന്നോ? ആരാ പറഞ്ഞ GREEN 5 ടേം ഇല്ലേ? 5 ടേം ഇല്ലേ? വലിയ പ്രതീക്ഷ നിങ്ങൾ കാത്തിരുന്നില്ലേ? അവിടെ ഗ്രീൻ പീസിന് 3 തൊട്ട് 4 മണിക്കൂർ കിട്ടുന്ന അങ്ങനെയല്ല. എല്ലാവരും ഈ കോഡ് പഠിച്ച് സാർ പറഞ്ഞൊക്കെ ശരിയാ, പഴയ ക്ലാസ്സിലെല്ലാം ഇതാ ഇയാൾ ഉപയോഗിച്ചത്. പക്ഷേ 4 ടേം അല്ല, അവിടെ 5 ടേം ഉണ്ട്. ഗ്രീൻ പീസിന്റെ അകത്ത് 3 തൊട്ട് 4 മണിക്കൂർ വേണം ബ്ലാസ്റ്റ് ഫ്രീസിങ്ങില്. എന്നാല് നമ്മുടെ ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിങ്ങില് 10 തൊട്ട് 12 മിനിറ്റ് മതി. എത്ര മതി? 10 തൊട്ട് 12 മിനിറ്റ്. നിങ്ങൾ സാധാരണ മറ്റേ നൂഡിൽസിന്റെ ഒക്കെ പരസ്യം കാണില്ലേ? അപ്പൊ എന്താ പറയുന്ന? 2 മിനിറ്റ്സ്. എന്നിട്ട് എപ്പോഴെങ്കിലും 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് മാഗി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടോ ആരെങ്കിലും? കൃപ ഉണ്ടാക്കിയിട്ടുണ്ടോ അങ്ങനെ മാഗി? ചുമ്മാ പറയുന്നതാ. എന്ന് പറയുന്ന പോലെ അല്ല ഇവിടെ. ഇവിടെ ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിങ്ങില് 10 തൊട്ട് 12 മിനിറ്റ് കൊണ്ട് തന്നെ ഗ്രീൻ പീസിന്റെ എന്ത് കിട്ടും? ക്വിക്ക് ഫ്രീസിങ് കിട്ടും. ക്ലിയർ ആണോ? അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കും. ഇൻകറക്റ്റ് ഓപ്ഷൻ വിച്ച് among the following ഈസ് ഇൻകറക്റ്റ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് തെറ്റായത് ഏതെന്ന് ചോദിച്ചിട്ട് ഈ ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിങ്ങിന്റെ ടെമ്പറേച്ചറിന്റെ ടൈം ഹവർ അവര് മാറ്റിയിട്ട് 3 to 4 hours കിട്ടും. അപ്പൊ നമുക്കത് ഓർത്തെടുക്കണം. അപ്പൊ ഈ 10 തൊട്ട് 12 മിനിറ്റ് എന്ന് പറയുന്നത് IQFന്റെ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, സാധാരണ ഒരു എയർ ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ പൊടി പോലും കാണത്തില്ല. കറക്റ്റ് ആണോ? അത് 3 തൊട്ട് 4 മണിക്കൂർ ആൾക്കാരിരുന്ന് തപ്പിയാൽ പോലും നമുക്ക് കിട്ടത്തില്ല. അതാണ് കുറച്ച് സമയം ഡ്യൂറേഷൻ വേണ്ടത്. അപ്പം ഗ്രീൻ പീസിന്റെ കാര്യം പറയുമ്പോഴേ പൊട്ടിത്തെറി ആലോചിച്ചോണം. എയർ ബ്ലാസ്റ്റ് 3 to 4 hour. എന്നാല് ഈ പറയുന്ന ഇൻഡിവിജ്വൽ ക്വിക്ക് ഫ്രീസിങ്ങിനെ സംബന്ധിച്ച് 10 തൊട്ട് 12 മിനിറ്റ്. അപ്പൊ അത്രയും ക്ലിയർ ആണോ? ബാക്കി ഫ്രോസൺ ആയിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്ന ഫ്രോസൺ ഫ്രൂട്ട് ഡൈസസ്, അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്. അപ്പോ അടുത്തത് ഹെൽത്ത് ഡ്രിങ്ക്സ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാര് വണ്ണം കുറയ്ക്കണം, വണ്ണം കൂട്ടണം, അല്ലെങ്കിൽ 6 പാക്ക്, ഇതിനെല്ലാം ഹെൽത്ത് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. പക്ഷെ ആ ഹെൽത്ത് ഡ്രിങ്ക് അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ ഉദ്ദേശിച്ച ഹെൽത്ത് ഡ്രിങ്ക് എന്ന് വെച്ചാല് നമ്മളെ മാൾട്ടഡ് ബിവറേജസിനെ പൊതുവെ ആദ്യം നമുക്ക് ഒന്ന് പറഞ്ഞു പോയിട്ട് എന്താന്ന് പറയാം. മാൾട്ടഡ് ബിവറേജസിനെ പോപ്പുലറായിട്ട്, അതായത് പോപ്പുലർ ആയിട്ട് അറിയപ്പെടുന്ന പേരാണ് ഹെൽത്ത് ഡ്രിങ്ക്സ് ഇന്ത്യയില്, കേട്ടോ. അപ്പോ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്താന്ന് മനസ്സിലായല്ലോ. മാൾട്ടഡ് ബിവറേജസ് ആർ പോപ്പുലർലി നോൺ ആസ് ഹെൽത്ത് ഡ്രിങ്ക്സ്. എങ്ങനെ കിട്ടും നിങ്ങൾക്ക് മാൾട്ടഡ് ബിവറേജസ്? ദേവിക്ക് പറയാമോ എങ്ങനെ നമുക്ക് കിട്ടും മാൾട്ടഡ് ബിവറേജസ്? വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ത്യയിലല്ലേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് വെള്ളമടിക്കുന്നതാണ്. ബിവറേജിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. ബിവറേജിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു വെള്ളം അടിക്കുന്നവനെ പറയും, ഓ എന്തൊരു മാട്ടേടിയാടോ ഇവൻ,
മാട്ടേടിയല്ലേ? അതാണ് മാൾട്ടഡ് ബിവറേജസ്. അപ്പൊ മാൾട്ടഡ് ബിവറേജസ് ഹെൽത്ത് ഡ്രിങ്ക് അവർ പറയുന്നത് എന്തോ ഞങ്ങൾ ഹെൽത്തിന് വേണ്ടിയിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ മാൾട്ടഡ് ബിവറേജസ് ഇന്ത്യയില് മാൾട്ടഡ് ബിവറേജസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് വൈൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മാർക്കറ്റേഴ്സ് അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, ന്യൂട്രീഷ്യസ് ഡ്രിങ്ക്സ്. എന്നാലല്ലേ നിങ്ങൾ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ കുടിക്കത്തുള്ളൂ. അപ്പൊ ന്യൂട്രീഷ്യസ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നുണ്ട്. ദർ ആർ വൈഡ്ലി കൺസ്യൂമേഴ്സ്. ഇത് മെയിൻ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നത് കുട്ടികളാണ്, അതായത് ചിൽഡ്രന്, വളരുന്ന കുട്ടികളില്. അവർക്ക് മിൽക്കിനൊരു ടേസ്റ്റ് എൻഹാൻസർ ആയിട്ടാണ് എന്ത് ഈ പറയുന്ന മാൾട്ടഡ് ബിവറേജസ് അല്ലെങ്കിൽ ഹെൽത്ത് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ഡ്രിങ്ക്സ് കൊടുക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി സിവിയർ മാൾട്ട് ബേസ്ഡ് ഹോട്ട് ഡ്രിങ്ക്സ്, ഈ പറയുന്നതൊക്കെയാണ് മാൾട്ട് ബേസ്ഡ് ഹോട്ട് ഡ്രിങ്ക്സ്. അവിടെ മാൾട്ട് ബേസ്ഡ് കൂൾ ഡ്രിങ്ക്സ് എന്ന് പറയുന്നില്ല, ഹോട്ട് ഡ്രിങ്ക്സ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഹോട്ട് എടുത്ത് പോയിന്റ് ചെയ്യണം. ഹോട്ട് ഡ്രിങ്ക്സ് ആണ്. ഈ ഹോട്ട് ഡ്രിങ്ക്സ് ഏതൊക്കെയാ? ബൂസ്റ്റ്, കോംപ്ലാൻ, ബോൺവിറ്റ. ഓക്കെ, ഇതിനെല്ലാം ഹെൽത്ത് ഡ്രിങ്ക്സ് ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ന്യൂട്രീഷ്യസ് ഡ്രിങ്ക്സിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്നാണ് അറിയപ്പെടുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.